ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന തമിഴിലെ നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗമാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം എന്തായാലും നമുക്ക് മലയാളത്തിൽ ഉടൻ തന്നെ കാണാൻ കഴിയും കേട്ടോ. അങ്ങനെ നമ്മുടെ അനു ആണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് അനു മനസ്സിൽ എപ്പോഴും ഉള്ളത്. അപ്പോൾ മിത്രയ്ക്ക് ഒരു ചെറിയ ബുദ്ധി തോന്നുക. മിത്ര നമ്മുടെ അലോകിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. വഴിയരികിൽ വെച്ചാണ് കാണാൻ പോകുന്നത്. മിത്ര പറയാനുണ്ട്, അലോകെ നിനക്ക് ഞാൻ നിൻ്റെ സ്വന്തം പെങ്ങളെ പോലെയല്ലേ, ഞാനത് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിൻ്റെ ഏത് ആഗ്രഹമാണ് ഞാൻ നടത്തി തരാത്തത്? ഞാൻ നിന്നെ സ്വന്തം പെങ്ങളെ പോലെയല്ലേ, ഞാൻ എൻ്റെ വല്യച്ഛൻ്റെ മോളാണെങ്കിലും പോലും എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ തന്നെ സ്നേഹിച്ച് കൂടെ നിർത്തി. ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ അല്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറഞ്ഞത്. ശരി, എന്തായിക്കോട്ടെ, ഞാനിപ്പോൾ അപ്പോഴത്തെ ആര്യൻ്റെ ഭാര്യയാണെന്ന് നിനക്കറിയാം. നിങ്ങളുടെ ശത്രുക്കളുടെ മോൻ്റെ ഭാര്യ ആയതുകൊണ്ട് നിനക്ക് എന്നോട് ദേഷ്യമൊക്കെ ഉണ്ടാകാം. പക്ഷേ ആ ഉള്ളിലുള്ള സ്നേഹം നിനക്കിപ്പോഴും ഉണ്ടെങ്കിൽ നോക്ക്, ഇപ്പോൾ ആ വീട്ടിൽ അനുവാണ് നിൻ്റെ ഭാര്യയായിട്ട് കൃഷ്ണമംഗലത്തുള്ളത്. ഞാൻ ആര്യൻ്റെ ഭാര്യയായിട്ട് ദേവമംഗലത്ത്. നീ അനുവിനെ വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആര്യൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ആര്യ എന്നെ വേദനിപ്പിക്കും എന്നാണ്. നീ ഒരടി കൊടുത്താൽ ആര്യൻ എന്നെ രണ്ടടിക്കും. അനുവിനെ നീ പുറത്താക്കി കഴിഞ്ഞാൽ ആര്യ എന്നെയും പുറത്താക്കും. അതുകൊണ്ട് പ്ലീസ് അലോകെ, നീ അനുവിനെ നന്നായിട്ട് നോക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് അവിടെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് മിത്ര അലോകിനോട്. അലോക് പറഞ്ഞു, നിൻ്റെ അടുത്ത് അവിടെ ചോദിക്കുന്നത് എന്നും ആരും പറഞ്ഞൂടി, നീ എന്തൊക്കെ പറഞ്ഞാലും അവൾ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാട്ടോ അലോക്. അവിടുന്ന് പോവാട്ടോ. അപ്പം മിത്ര വിചാരിക്കും, എന്തായാലും അലോകിന് പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം നടക്കില്ല. അതുകൊണ്ട് തൻ്റെ അച്ഛനെ വിളിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആനന്ദനെ ഫോൺ വിളിക്കുന്നുണ്ട് മിത്ര. അച്ഛ, എനിക്ക് അത്യാവശ്യമായിട്ട് അച്ഛനെ ഒന്ന് കാണണം. അച്ഛൻ ഇന്ന സ്ഥലത്ത് വരാമോ എന്ന് ചോദിക്കണം. ആ ശരി എന്ന് പറഞ്ഞ് അനന്ത അവിടേക്ക് പോകുന്നുണ്ട്. അപ്പം മിത്ര പറയുന്നുണ്ട്, അച്ഛനെ അറിയാലോ, ഞാൻ ആര്യൻ്റെ വീട്ടിൽ ദേവമംഗലത്ത് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് ജീവിക്കേണ്ടത്. അവരെന്നെ സ്വന്തം മോളെ പോലെ തന്നെയാണ് കാണുന്നത്. അവിടെ സ്നേഹം മാത്രമേ അവർക്ക് എല്ലാവർക്കും നോക്കാൻ. ആര്യനും ഞാനും ഇപ്പോഴും ശരിക്കും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയത്. അനു ഇപ്പോൾ ആ വീട്ടിൽ കെട്ടിപ്പോയത് കൊണ്ട് തന്നെ അലോകിന് അനുവിനെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ ആര്യ എന്നെ ആയിട്ടും ബന്ധം ഏർപ്പെടുത്തും എന്നാണ് അച്ഛ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് പ്ലീസ് അച്ഛ, അനുവിന് ഒരു തരത്തിലും വേദന അവിടെ ഉണ്ടാക്കല്ലേ അച്ഛ, അതെനിക്കും ബുദ്ധിമുട്ട്. ശരി, ഞാൻ നോക്കട്ടെ എന്ന് അനന്തൻ പറയുകയാണ്. ശേഷം അനന്തൻ നേരെ കൃഷ്ണമംഗലത്തേക്ക് പോവാട്ടോ. കൃഷ്ണമംഗലത്തിലേക്ക് പോയ അനന്തൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലോകിനോട് മാറ്റി നിർത്തി പറയുകയാണ്, നോക്ക്, എന്തൊക്കെ സംഭവിച്ചാലും അപ്പോഴത്തെ ശത്രുവിൻ്റെ മകളാണ് നീ വിവാഹം കഴിച്ചെങ്കിലും ഇപ്പോൾ അനു നിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ അനുക്ക് യാതൊരു ബുദ്ധിമുട്ടും നീ ഉണ്ടാക്കാൻ പാടില്ല. അനുവായിട്ട് ഒരുമിച്ച് സ്നേഹിച്ച് സന്തോഷത്തോടെ നീ ജീവിക്കണം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ വീടും നമ്മുടെ ശത്രുക്കളും കാരണം അറിയാലോ, ബാലൻ ഗോമതിയെടുത്ത് തട്ടിക്കൊണ്ട് പോയപ്പോഴേക്കും നമ്മുടെ വീട് അപമാനപ്പെട്ടു. നമ്മുടെ നാട്ടുകാർ നമ്മളെ ഒരുപാട് നോക്കി ചിരിച്ചു. അതിൻ്റെ ദേഷ്യവും വാശിയും നമ്മൾ തീർത്തത്. അനുവിനെ വിവാഹം കഴിച്ചപ്പോഴേക്കും ആ ദേഷ്യവും വാശിയും അവിടെ തീർന്നു. ഇനി അവരായിട്ട് ഒരു ദിനം വേണ്ട, ഒരു ശത്രുത കാര്യത്തിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ട് അനന്തൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അനന്തൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴേക്കും അലോകിന് ആകെ ഒരു ഷോക്ക് പോലെ ആവും കേട്ടോ. അപ്പോൾ അച്യുതൻ പറയുക, ചേട്ടൻ്റെ മനസ്സാകെ മാറിയല്ലോ. അലോക് പറയുക, അത് വേറൊന്നുമല്ല, മിത്രേനെ ഒന്ന് കാണാൻ വന്നിരുന്നു. ഇവിടെ അനു മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ അവൾ അവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ വലിയച്ഛൻ്റെ മാറ്റത്തിന് കാരണം. ഓഹോ, അപ്പോൾ അങ്ങനെയാണല്ലേ എന്ന് വിചാരിക്കുകയാണ് അച്യുതൻ. അപ്പോൾ ഈ സംസാരം എല്ലാം തന്നെ നമ്മുടെ അനു കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അനു മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ അനന്തനെ കുറച്ചൊന്ന് കയ്യിലെടുക്കുകയാണെങ്കിൽ അനന്തമാമൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് തൻ്റെ കൂടെ നിൽക്കും. അത് മനസ്സിലായി അനു ആണെന്നുണ്ടെങ്കിൽ അനന്തൻ, അതായത് അലോകിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ അനന്തനും അച്യുതനും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അനന്തനോട് പറയുന്നുണ്ട്, വലിയച്ഛ, എനിക്ക് വലിയ
വലിയച്ഛ വലിയ മാമ എന്നല്ലേ വിളിക്കണത്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, എന്താ പറയാനുള്ളത് എന്ന് അനുവിനോട് നമ്മുടെ അനന്തൻ ചോദിക്കാം. അനു പറയുന്നുണ്ട്, അതെ വേറൊന്നുമല്ല, ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴറിയാലോ, ഞാൻ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും തന്നെ എടുത്തിട്ടില്ല. ആകെ 2-3 ഡ്രസ്സ് അവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചത്. പുറത്തു പോകാൻ ഉണ്ടായിട്ട് എനിക്കൊരു ഡ്രസ്സ് പോലുമില്ല. എനിക്ക് പുറത്ത് പോയിട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണമെന്നിരുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് ഒത്തിരി ഡ്രസ്സുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുക? അവർ ചോദിക്കില്ലേ, ഒരു ഡ്രസ്സ് പോലും നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ കൃഷ്ണമംഗലക്കാർക്ക് കഴിഞ്ഞില്ലേ? അത് ഈ വീട്ടുകാർക്ക് നാണക്കേടല്ലേ? അതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ ആലോകിനോട് പറയാമോ? ആലോകെ, അനുവിനെയും കൂട്ടിക്കൊണ്ട് നല്ല കടയിൽ പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വാ എന്ന് പറയണം. അപ്പോൾ വലിയ മാമ ശരി. അപ്പോൾ വലിയച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അലോകാണെങ്കിൽ ശരി ഞാൻ പോയിക്കോളാം. അപ്പോൾ ശരി വലിയ മാമ, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അലോകും കൂടി കടയിൽ പോകട്ടോ. വലിയ ഷോപ്പിലായിട്ട് പോകുന്നത്. അവിടെ നിന്ന് ഒരുപാട് വില കൂടിയ ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പൈസ ബില്ലടിക്കാൻ സമയമാകുമ്പോഴത്തേക്കും അവിടെ നിന്ന് അലോക അങ്ങ് മുങ്ങും. കാരണം ബില്ലടിക്കുമ്പോഴേക്കും നാണം കെടുമല്ലോ, പൈസ കൊടുക്കാനില്ലാത്ത. അതുകൊണ്ട് അലോക അവിടെ നിന്ന് മുങ്ങി വീട്ടിലേക്ക് വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ അവളെ നാണം കെടുത്ത്. എങ്ങനെയാണ് മോനെ നീ നാണം കെടുത്തിയത്? അവളെ തുണിക്കടയിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു. ബില്ലടിക്കാൻ സമയത്ത് ഞാൻ അവിടെ നിന്ന് മുങ്ങി. അവൾ നാണം കെട്ടുപോകുമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ആലോകിൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് ഇങ്ങനത്തെ ഒരു വന്നുകൊണ്ടിരിക്കുക കേട്ടോ. 10,000 രൂപ എടുത്തു, 25,000 രൂപ എടുത്തു, 30,000 രൂപ പർച്ചേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബില്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അച്ഛാ, എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രെഡിറ്റ് കാർഡോ? നിൻ്റെ ക്രെഡിറ്റ് കാർഡ് എൻ്റെ പേഴ്സിലുണ്ടോ? നോക്കിക്കേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അലോക് പേഴ്സ് നോക്കുമ്പോൾ അതിൽ ക്രെഡിറ്റ് കാർഡ് കാണാനില്ല. അച്ഛാ, ക്രെഡിറ്റ് കാർഡ് കാണാനില്ലല്ലോ. അപ്പോൾ പൈസ പോയത് എവിടെ നിന്നാണ് നോക്കടാ എന്ന് പറയുമ്പോൾ, അയ്യോ, ഞാൻ അനുവിനെ കൊണ്ടാക്കിയ ആ തുണിക്കടയിൽ നിന്നാണ് പൈസ പോണത്. എന്നിട്ട് ക്രെഡിറ്റ് കാർഡ് അവിടെ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത്. മരമണ്ടൻ പോടാ എന്ന് പറഞ്ഞിട്ട് അലോകിനെ അവിടെ നാട്ടി ഓടിക്കുക നമ്മുടെ അച്ഛൻ. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അലോക് നേരെ തുണിക്കടയിലേക്ക് പോകുമ്പോൾ അനുവാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ നിറയെ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അലോകാണെങ്കിൽ ആകെ ദേഷ്യമുണ്ട്. അവരോട് ചോദിച്ചിട്ടാണ് എൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തത്, നീ എടുത്തത് നിൻ്റെ ക്രെഡിറ്റ് കാർഡ്, എൻ്റെ ക്രെഡിറ്റ് കാർഡൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മുടെ ക്രെഡിറ്റ് കാർഡെന്ന് പറയാം കേട്ടോ നമ്മുടെ അലോകിനോട്. അവിടെ നിന്ന് പോവുക. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ അവൾ പിൻവലിച്ചത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്നെ പറഞ്ഞിട്ട് അലോക് ഇങ്ങനെ കുറുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് രാജശ്രീ വലിയൊരു മാല ഉണ്ട് രാജശ്രീ, അത് പൊട്ടിപ്പോവാട്ടോ. അപ്പോൾ രാജശ്രീ പറയുന്നുണ്ട്, അച്യുതേട്ടാ, എൻ്റെ മാല പൊട്ടിപ്പോയി, എനിക്കൊരു പുതിയ മാല മേടിക്കണം. എടി, നിനക്ക് പുതിയ മാല മേടിക്കാൻ വേണ്ടി നിൻ്റെ മാല നീ പൊട്ടിച്ചതല്ലേ? അയ്യോ അല്ല അച്യുതേട്ടാ, എൻ്റെ മാല കുറേ ദിവസമായിട്ട് പൊട്ടിയിട്ട് ഇതൊന്നും മാറ്റി മേടിക്കുമ്പോഴൊന്നും ഇപ്പോൾ പുതിയ ഫാഷനൊക്കെ വന്നിട്ടില്ലേ? ഇടീ, സ്വർണ്ണത്തിന് ഇങ്ങനെ വില കൂടിക്കുന്ന സമയത്ത് നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? പ്ലീസ് അച്യുതേട്ടാ, ഞാൻ പോയി മാല മേടിച്ചിട്ട് പോരട്ടെ. അടുത്ത ആഴ്ച ഒരു കല്യാണം ഉണ്ട്, അതിനിട്ട് പോയി എനിക്ക് വേറെ മാലയില്ല. ശരി പോയിട്ട് വാ. അപ്പോഴേക്കും വരുന്നുണ്ട്. ഞാനും കൂടി വന്നോട്ടെ. അതിനെന്താ, മോളും കൂടി വന്നോ എന്ന് പറയുകയാണ്. അങ്ങനെ അനുവും അതുപോലെ തന്നെ രാജശ്രീയും കൂടി ജ്വല്ലറിയിലേക്ക് പോകട്ടോ. അപ്പോൾ അവിടെ ഒരു ജ്വല്ലറി കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാജശ്രീയുടെ കണ്ണ് തള്ളി, അയ്യോ ഇത് കൊള്ളാലോ മോളെ, അയ്യോ ഇത് കൊള്ളില്ല, ഇത് കുറച്ച് ചെറുപ്പക്കാരെ പിള്ളേർ ഇടുന്നതാ, ഇത് കൊള്ളില്ല, ഇത് കൊള്ളില്ല, കുഴപ്പമില്ല എന്നൊക്കെ പണ്ട് ഓരോന്നൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ സ്വർണ്ണക്കടയിൽ കയറിയിട്ട്. അപ്പോൾ അവിടുത്തെ ഒരു സെയിൽസ്മാൻ ഗേൾ അവിടെ ഡയമണ്ട് നെക്ലേസ് നമ്മുടെ അനു ഇങ്ങനെ കാണിച്ചു കൊടുത്തു. രാജശ്രീക്കാണെങ്കിൽ കുഞ്ഞു മാലകളാട്ടോ അവൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഡയമണ്ട് നെക്ലേസ് കാണിച്ചു കൊടുക്കുമ്പോൾ, നോക്കി മാഡം, ഈ ഡയമണ്ട് നെക്ലേസ് മേടിത് നന്നായിട്ട് ചേരുമെന്ന് പറയാം അനുവിനോട് എന്ന് പറയാം. ആ ഡയമണ്ട് നെക്ലേസ് എത്രയാവും ഇതൊക്കെ ചോദിക്കുമ്പോൾ, ഇതിന് 3.5 ലക്ഷം രൂപയാവും മേഡം എന്ന് പറയുകയാണ്. 3.5 ലക്ഷം രൂപയോ എന്ന് രാജശ്രീ ചോദിക്കുക. അതെ സിസ്റ്ററെ, അതെ എന്ന് പറയുകയാണ്. എന്നാലും നന്നായിട്ടുണ്ടല്ലോ. നന്നായിട്ടുണ്ട് എന്ന് അനുവും പറയാം. സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ അനു അത് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ശേഷം അനു ഇങ്ങനെ ഒരു മൂക്കുത്തി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ രാജശ്രീ ചോദിക്കുന്നുണ്ട്, എനിക്ക് മൂക്കുത്തി ഭയങ്കര ഭ്രാന്താണ്. ആണോ? എന്നാൽ അമ്മ ഒരു മൂക്കുത്തി എടുത്തോ. അമ്മയുടെ മൂക്കിലിരിക്കുന്ന മൂക്കുത്തി അത് പഴയ മോഡലാണ്. അത് ഇപ്പോൾ പുതിയ മോഡൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഈ മൂക്കുത്തി അമ്മയ്ക്ക് നന്നായിട്ട് ചേരും. ഒരു മൂക്കുത്തി
എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഡയമണ്ട് നെക്ലേസും അനു എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയേണ്ടത് ബില്ലടിച്ചോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ക്യാഷോ കാർഡാണോ മേഡം? അത് പഴയ മാലയുണ്ട്, അത് കൊടുത്തിട്ട് മതി രാജശ്രീ മാല മേടിച്ച് അവിടെയൊക്കെ കൊടുക്കുകയാണ്. അനു കേട്ടോ. അങ്ങനെ ആ മാല തൂക്കി കഴിയുമ്പോഴേക്കും അതൊരു 5,00,000 രൂപയുടെ പൊന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഒരു 3,00,000 പിന്നെ മൊത്തം രൂപയുണ്ടല്ലോ. അപ്പോഴേക്കും കുറച്ച് ലക്ഷം രൂപയും കൂടി അവിടെ ഉണ്ട്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഒരു പവൻ്റെ വല്ല ചെയിനും എടുത്താലോ. ഇവിടെ ചെറിയൊരു സിമ്പിൾ ഞാൻ ചെറിയ പോലത്തെ ചെയിൻ കാണിച്ചു കൊടുക്കാം കേട്ടോ. അത് രാജശ്രീ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ രാജശ്രീക്ക് ഒരു നൈസായിട്ടൊരു മാലയും വാങ്ങിച്ചു. അതിന് മുത്തശ്ശി മാല എങ്ങനെയുണ്ട്, എനിക്ക് അമ്മ വാങ്ങിച്ചു തന്നതെന്ന് പറയാണ്. ഈ മാലയോ രാജശ്രീയോ ഒറ്റ പൈസ പോലും കൊടുക്കില്ലാത്ത രാജശ്രീ. ആര് പറഞ്ഞു അമ്മയ്ക്ക് ഞാനെന്ന് വെച്ച ജീവന അമ്മ ഈ പറയാ അലോകിനേക്കാളും ഇഷ്ടം എന്നോടാണെന്ന്. അപ്പോൾ അലോകന് ഈശ്വര ഈ മാലയ്ക്ക് നല്ല പൈസ ആയിട്ടുണ്ടല്ലേ അമ്മ, ഇതിന് എത്ര 3,00,000 രൂപ? അയ്യോടാ 3,00,000 രൂപയോ? 3,00,000 രൂപ ഡയമണ്ട് നെക്ലേസ് വേറെ പണിയൊന്നുമില്ലേ ചോദിക്കുമ്പോഴേക്കും അമ്മ എന്തിനാ അവൾക്ക് അതൊക്കെ മേടിച്ചു കൊടുത്തത്? ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവൾ അതെടുത്തു അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് രാജശ്രീ അങ്ങ് പോവുക. എന്നിട്ട് അമ്മ എന്ത് വാങ്ങിച്ചു? ദേ ഈ ചെറിയൊരു മൂക്കുത്തി എന്ന് പറഞ്ഞിട്ട് ആ മൂക്കുത്തി അങ്ങ് കാണിച്ചു കൊടുക്കുക. ഒരു പൊടി കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഉടനെ മലയാളത്തിലും കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ഓക്കെ, ടാറ്റാ, സീ യു.